പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവര്. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു.
വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റോമിക എന്ന് പറയുന്ന ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ആ 10th ട്രൂമ പിന്നീട് അവർക്ക് പിന്നെ ഒരു ദിവസം വരണത് അവരുടെ ഡിഗ്രി പരീക്ഷയ്ക്ക് അത് 4 സെം. അപ്പം 4 സെം 4ാമത്തെ സെമ്മിന് അവൾ ഇതുപോലെ ബ്ലാങ്കായി പോകും. ബ്ലാങ്കായി പോകുമ്പോൾ ഈ ഉടമ്പടിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും എല്ലാം ഉടമ്പടി തന്നെ ഇരിക്കും. അവൾ നേരിട്ടൊന്ന് ഉടമ്പടി തരുന്നത് അറിയാമോ? അവൾ പരീക്ഷയ്ക്ക് പോകണ മുമ്പ് തന്നെ ഉടമ്പടിത്തലൊക്കെ തേച്ച് അവിടെ ആ ഈശോയിലുള്ള പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണ് അത് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അവൾ ഓക്കെ ആയി. പിന്നെ എന്താ, പിന്നെ വേറെ ഒരു എക്സ്ട്രാ എനർജി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഗവൺമെൻറ് ലോ ചേഞ്ച് ആവും. എന്നിട്ട് 4th സെമ്മും 5th സെമ്മും ഒരുമിച്ച് എഴുതാൻ പറഞ്ഞ് എഴുതാൻ നിയമം വരും. അപ്പോൾ നഷ്ടപ്പെട്ട സമയം കൂടി അവർക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അത് എഴുതാൻ പോകുമ്പോൾ പറയണത് ഞാൻ യുദ്ധം ചെയ്യാൻ പോണ പോലെയാണ് പോയെന്ന്. എന്താ കാര്യം? ഉടമ്പടി തൈലം എടുത്ത് നെറ്റിക്ക് കുടിച്ചിട്ട് മാതാവിൻ്റെ മെഡലെടുത്ത് പോക്കറ്റിൽ കുത്തി ആൾക്കാർ ഇപ്പോൾ ഇതെല്ലാം ഫൈറ്റിങ്ങിന് വേണ്ടി സാത്താൻ്റെ തിന്മകളുടെ ശക്തികളോട് ലോകശക്തികളോടുള്ള ഫൈറ്റിങ്ങിൻ്റെ ഉപകരണമായിട്ടാണ് വിശ്വാസ പ്രയോഗം. അത് നമുക്കറിയാലോ, വിശ്വാസ പ്രയോഗമാണിതെല്ലാം. നമുക്ക് വിശ്വാസത്തിന് പാരമ്പര്യമായിട്ടുള്ള ഫെയ്ത്ത് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ പ്രഖ്യാപനം അല്ലേ. പിന്നെന്താണ്? വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷനാണ്, പ്രൈമറി എക്സ്പ്രഷനാണ് പ്രെയർ, പ്രാർത്ഥന. വിശ്വാസത്തിൻ്റെ പ്രൈമറി എക്സ്പ്രഷനാണ്. പിന്നെ വിശ്വാസം പിന്നെ അതിൻ്റെ സെക്കൻഡറി എക്സ്പ്രഷന് കുറച്ചുകൂടി മച്വർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പ്രശ്നത്തിന് വിശ്വാസം ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, ഒറ്റക്കിരുന്ന് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. വിശ്വാസം പ്രഖ്യാപിക്കാൻ എന്ത് ചെയ്യണം? മറ്റ് മനുഷ്യർ വേണം. നമ്മളിപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ടുള്ള വിജയം അതാണ്. മറ്റ് മനുഷ്യരുടെ മുമ്പിലാണ് നമ്മൾ കർത്താവിനെ ഏറ്റു പറയേണ്ടത്. അപ്പം എന്ത് പറയും? ഞാനും ഏറ്റു പറയുമെന്നാണ് എൻ്റെ അർത്ഥം. വായിച്ചത് മത്തായി 10:32. മത്തായി 10:30 ഉടമ്പടി ഏറ്റവും വലിയ വാക്കുകൾ ഒന്നാണ് മത്തായി 32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ഇതാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ പ്രൈമറി എക്സ്പ്രഷൻ പ്രയറാണ്. സെക്കൻഡറി എക്സ്പ്രഷൻ കുറച്ചുകൂടി മറ്റൊരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താ? അത് പ്രഖ്യാപനമാണ്. ഈ പ്രയറിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടെ മാർക്ക് വരണത് പ്രഖ്യാപനത്തിലാണ്. കാര്യം അത് മനുഷ്യൻ സമൂഹത്തിലുള്ള ഏറ്റുപറച്ചിലാണ്. വിശ്വാസം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റുപറയാനാണ്. എവിടെയാണ്? മനുഷ്യരുടെ മുമ്പിലായിരിക്കണം. ഇതിന് ഇടയ്ക്ക് ഒരു വിഷയമുണ്ട്, വിശ്വാസ പ്രയോഗം, പ്രാർത്ഥന, പ്രയോഗം, പ്രഖ്യാപനം. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ യേശു കർത്താവാണെന്ന് അതിലും കൊണ്ട് ഏറ്റുപറയണത്. ദൈവത്തിന് മരിച്ചു ഉയർപ്പിക്കുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുക. ഈ ക്രിസ്തുവിനെ നമ്മൾ എംപവർ ചെയ്യുന്ന പ്രോസസ്സിലാണ് വിശ്വാസ പ്രയോഗം വരണത്. എന്താണ്? റോമ 10:9 പറയത്തില്ലേ, യേശു കർത്താവാണെന്ന് അതിലും കൊണ്ട് ഏറ്റുപറയുകയും ദൈവം മരിച്ചത് ഉയർപ്പിച്ചത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറഞ്ഞാണ് ക്രിസ്തു. അപ്പം രക്ഷ ഏറ്റുപറയുമ്പോൾ ഈ ഏറ്റുപറച്ചിൽ തന്നെ പ്രഖ്യാപനം എന്ന് പറയുന്നത് വളരെ
ഓപ്പണായിട്ടുള്ള ഏറ്റുപറച്ചിലും പ്രയോഗത്തിൽ അത് സ്വകാര്യമായിട്ടുള്ള ഏറ്റുപറച്ചിലാണ്. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുകയാണ് അവിടെ ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് പകരം നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലും. സ്വകാര്യമായ ഏറ്റുപറച്ചിലാണ്. വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് നമ്മൾ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ചില ആൾക്കാർ പറയും കുഴിച്ചിട്ടെന്ന് പറയും. ഞാൻ അച്ഛൻ്റെ അങ്ങനെ ചില ഇതിലേക്ക് വായിക്കണില്ലേ, അച്ഛൻ്റെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് എന്താ സംബന്ധിച്ചത്, കൃപാസനത്തിന് വേറെ കുറേ ഉപദ്രവങ്ങൾ ഇപ്പം ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയണത് ഈ ഏയില്ലേ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഏയിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അവരുടെ വായി തോന്നുന്നത് ഞാൻ പറഞ്ഞ പോലെ ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ ജോസഫ് ഇത്രയും ചീപ്പാണ്. ഞാൻ ചീപ്പായിട്ടല്ല, ഈ വയ്യാവലിയും കൊണ്ടിരിക്കുന്ന ആൾക്കാർ ചീപ്പാണ്. അങ്ങനെ ചെയ്യരുത് നിങ്ങളൊരിക്കലും. കാര്യം അച്ഛനിൽ നിന്ന് ദൈവവചനമാണ് ആൾക്കാർ കേൾക്കണത്. അല്ലാതെ ഇങ്ങനെ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ആശംസകളല്ല ഞാൻ പറയണത്. ഞാൻ പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഹൗ ടു ലീവ് ദ വേർഡ് ഓഫ് ഗോഡ്, അതാണ് പറയണത്. അതാണ് ഇതിൻ്റെ പിന്നിൽ വരണത്. അല്ല ഓരോരുത്തന്മാർ അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി ഓരോരോ ഉടായ്പകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളത് ചെയ്യരുത്, ഡിസ്കസ് ചെയ്യരുത്. പിന്നെ നിങ്ങളത് മനസ്സിലാക്കണം, കാണുന്നവർ മനസ്സിലാക്കണം. അതൊന്നും നെക്കി നോക്കരുത്. ജോസഫ് അങ്ങനെ പറയത്തില്ല, നിങ്ങൾക്കറിയാം. വൃത്തിപരമായിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാരാണ് ഇന്ന് ലോകത്തിലുള്ള ഈ നമ്മുടെ കൃപാസനത്തിൻ്റെ റിലേഴ്സിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവർക്കറിയാം അച്ഛൻ എന്ത് പറയും എന്ത് പറയത്തില്ല, നിങ്ങൾക്കറിയാം. ഇപ്പം ഞാനിങ്ങനെ വായി തോന്നുന്ന ആശംസ എന്ന് പറഞ്ഞ ആളല്ല. എനിക്കെൻ്റെ ജോലിയല്ല അത്. എൻ്റെ ജോലി എന്ന് പറയണത് ദൈവമായിട്ട് ജനങ്ങളെ അവരുടെ ആപത്ത് കാലമായാലും അനുഗ്രഹകാലമായാലും അവരെ കർത്താവുമായിട്ട് ഐക്യപ്പെടുത്തുക, അതിന് കർത്താവുമായിട്ട് അവർ ജീവിക്കുക. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അതിന് പറ്റുന്ന ഉപദേശങ്ങൾ നൽകുക. അതാണ് ഞാൻ ചെയ്യണ ജോലി. എൻ്റെ ജോലി അതാണ്. അപ്പോൾ പിശാച് വേണമെങ്കിൽ എൻ്റെ ജോലി ഇങ്ങനെ ഈ രീതിയിൽ ചീപ്പാക്കി കളയേ. അത് പിശാചി പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളത് എൻകറേജ് ചെയ്യരുത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ എന്താ വിഷയം എന്ന് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ വിശ്വാസം സ്വകാര്യമായിട്ടൊക്കെ പ്രഖ്യാപിക്കാം, വിശ്വാസപ്രമാണം. പക്ഷെ തെറ്റായ ചിലണം. സ്വകാര്യമായിട്ട് പ്രഖ്യാപിക്കാൻ എന്ത് പറ്റും? ഞങ്ങളെ ഡെലിവറൻസ് ബ്ലെസ്സിങ് നടത്തി തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കളിൽ ഇൻകൽക്കേറ്റ് ആയിട്ടുള്ള കർത്താവിൻ്റെ ശക്തി ആ ഒരു മേഖലയിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. രക്ഷ പ്രാപിക്കുമെന്നല്ല ഈശോ പറഞ്ഞത്. കർത്താവ് 10:9 റോമ എന്ന് പറഞ്ഞത്, യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും, ക്രിസ്തുവിനെ പ്രാപിക്കും. അപ്പം ക്രിസ്തുവിനെ പ്രാപിക്കണം, അതിൽ ഉള്ള ദൈവശക്തി നമ്മൾ തിരിച്ചു പ്രാപിക്കണത് വിശ്വപ്രമാണം ചൊല്ലിയിട്ടതാണ്. അതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഇവർ റോമികയെപ്പോലുള്ളവർ എന്താ ചെയ്യണത്? അവർ വിശ്വാസ പ്രയോഗമാണ്. അവർ ഉടമ്പടിക്ക് ആശ്രയം എടുത്ത് നെഞ്ചത്ത് കുത്തി, ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചെയ്ത് നെറ്റിക്ക് ചാർത്തി അവർ മാതാവിൻ്റെ കൂടെയാണ് പോണത് പരീക്ഷ എഴുതാൻ. ട്രൂമായൊക്കെ പോയ സ്ഥലം അപ്പം അങ്ങനെ ലോകത്തെ ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിശ്വാസ പ്രയോഗം നടത്തണത്. അതിൻ്റെ ഒരു മാർഗം ലോകത്തെ ജയിച്ചവരായി കാണപ്പെടാൻ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. 12 മണിക്കൂർ എനിക്ക് 3 ദിവസം ഡ്യൂട്ടി കാണും, ചിലപ്പോൾ 4 ദിവസം ഓഫായിരിക്കും. എത്ര ടയേർഡാണെങ്കിൽ പോലും രാവിലെ 6-ന് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 6-നെ ഞാൻ തിരിച്ച് വീട്ടിൽ വരത്തുള്ളൂ. എങ്കിൽ പോലും കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ എൻ്റെ സന്ധ്യാപ്രാർത്ഥന, ജപമാല, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ബൈബിൾ അരമണിക്കൂർ മിനിമം വായിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോന്നു. അച്ഛൻ്റെ ധ്യാനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ ആഴ്ചയിലും ഞാൻ നോക്കിയിരിക്കും. എല്ലാ ചൊവ്വാഴ്ചയിലും അച്ഛൻ്റെ ധ്യാനം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞാനത് കാണും. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ഫാമിലിക്കും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നൽകുന്നത്. എന്ത് ചെയ്യണം, അല്ലെ നമുക്കായാലും നമ്മളെ കറക്റ്റ് ചെയ്യാനായാലും, ഈവൻ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്ക് കുറച്ചുകൂടി എനർജിയും ആ ഒരു ധൈര്യവും മുന്നോട്ട് പോകാനുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയോഗങ്ങൾ നമ്മൾ വെച്ചിരിക്കുന്നു, അത് സാധിക്കുന്നതിനെക്കാട്ടിലുപരി 3 സാധിക്കാനുണ്ട്. എങ്കിൽ പോലും ദൈവത്തിന് വിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദൈവഹിതം നടക്കട്ടെ. ദൈവത്തിന് നമ്മുടെ മേൽ ഒരു പദ്ധതിയുണ്ട്, അതെൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്, എൻ്റെ നാശത്തിന് വേണ്ടിയല്ല എന്നാണ് ഞാൻ എന്നും വിശ്വസിച്ച് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ശുശ്രൂഷകരുടെ, ഗായക സംഘരുടെ പാട്ടുകൾ
എൻ്റെ കാറിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സിനിമാ പാട്ട് ഞാൻ കേൾക്കാൻ വൈഫെങ്ങാണ് വിട്ടാൽ പോലും എനിക്കത് കേൾക്കുന്ന ഭയങ്കര ഇറിറ്റേഷനാണ്. ഇവിടുത്തെ ആ ഒരു പാട്ടും ഗാനങ്ങളുമാണ് ഫുൾ ടൈം എൻ്റെ മനസ്സിൽ വരുന്നത്. ചിലപ്പോൾ ഞാൻ വചനം നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, നീ ദൈവത്തിന് വേണ്ടി ഒരു ഗാനം ആലപിക്കുക എന്നതായിരിക്കും. ഇവിടുത്തെ പ്രാർത്ഥനകളാണ്. ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പാട്ട് പാടിയായിരിക്കും എൻ്റെ പ്രാർത്ഥന നിർത്തുന്നത്. ഇനി വരുന്ന കാലങ്ങളിലും ജീവിതകാലം മൊത്തം കൃപാസനം മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും വിശ്വാസിയായി ജീവിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ഷിജി ട്രീസ. ഞാൻ മല്ലപ്പള്ളിക്കടുത്തുള്ള ആനിക്കാട് തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്നും എത്തുന്നു. 2020 ജനുവരി 15 ഞാൻ ആദ്യമായി ഉടമ്പടി ഇവിടെ വന്നെടുത്തത്. അതിനുശേഷം കോവിഡ് കാലഘട്ടമായിരുന്നു. ആ സമയത്ത് കൃപാസനത്തിൽ നിന്ന് ലഭിച്ചിരുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ ശുശ്രൂഷകളും ഞാൻ വളരെ കൃത്യമായി തന്നെ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ഈ വിശുദ്ധമായ അൾത്താരയിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധമായ അൾത്താരയിൽ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ ദൈവം മഹാഭാഗ്യം എനിക്ക് തന്നിരിക്കുകയാണ്. ആദ്യമായി എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ 2 മക്കളും അടങ്ങുന്ന എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരണേ, എൻ്റെ കർത്താവെ ഞങ്ങൾ 4 പേരിലും പരിശുദ്ധാത്മാവ് ഒന്ന് നിറയണേ എന്നായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഇന്ന് എൻ്റെ 7ാമത്തെ പുതുക്കലാണ്. ഈ നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത്, എല്ലാ ദിവസവും ഞാനും എൻ്റെ ഭർത്താവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ബലി പല പ്രാവശ്യം നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഉടമ്പടി ജീവിതത്തിന് ശേഷം ഞാൻ എൻ്റെ ദേവാലയത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഞാൻ അവിടെ പുരോഹിതനെ അല്ല കാണുന്നത്, അവിടെ എൻ്റെ ഈശോയോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് എനിക്കിങ്ങനെ ബൈബിളിലെ ഓരോ കാഴ്ചകളാണ് ഈശോ കാണിച്ചു തരുന്നത്. ഉടമ്പടി ജീവിതത്തിലൂടെ അഹറോൻ്റെ ബലിയൊക്കെ ഇങ്ങനെ ഞാൻ ഓർക്കും, കർത്താവെ ഞാനിതൊക്കെ എന്നൊക്കെയോ വായിച്ചതാണ്, പക്ഷേ എൻ്റെ കണ്ണിലൂടെ ഈ വിശുദ്ധ കുർബാന സമയത്ത് പുതിയ ഉടമ്പടി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിക്കുക, അമ്മ മാതാവ് എന്നോട് പറയുന്ന സ്വരം എനിക്ക് കേൾക്കാം, നീ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞു, ഇതാ നിത്യമായ ഉടമ്പടിയിലേക്കാണ് നീ പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ കുർബാനയിലും ആത്മീയ ജീവിതത്തിനുമുള്ള ഒരു വലിയ അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. രണ്ടാമതായിട്ടുള്ള എൻ്റെ സാക്ഷ്യം, ഞാനൊരു അധ്യാപികയാണ്. ഏകദേശം 15 വർഷത്തോളമായി എൻ്റെ കാല് 2ഉം വേരിക്കോസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും പല പ്രാവശ്യം ഓപ്പറേഷനൊക്കെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യമുണ്ടായി, എന്തിനാണ് ഓപ്പറേഷൻ? ഈ നേർച്ച വസ്തുക്കളും ഈ പ്രാർത്ഥനകളും ഈ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ശുശ്രൂഷ ധ്യാനങ്ങളുമുള്ള ഒരു വിശ്വാസിക്ക് എന്തിനാണ് ഓപ്പറേഷൻ? ഞാൻ എൻ്റെ അമ്മയോട് ഈ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുന്ന സമയത്ത് ഈ ഉപ്പിട്ടും തൈലം പുരട്ടിയും ഞാൻ എൻ്റെ കാലിൽ പുരട്ടിയിട്ട് ഈശോയോട് ഞാൻ പറയും, ഈശോ നീ എത്ര രോഗികളെ സുഖപ്പെടുത്തി, നിനക്കിതൊന്ന് ബന്ധിക്കരുതോ, നിനക്കിതൊന്ന് ശാസിച്ചിതിനെ വിടരുതോ എന്ന് പറയും. സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, 15 വർഷമായിട്ട് 2 കാലിലും സ്റ്റോക്കിൻസ് ഇട്ടുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന ഒരു അധ്യാപിക, എനിക്ക് എൻ്റെ ബാഗിനകത്ത് സ്റ്റോക്കിൻസ് കണ്ടില്ലേ, നമ്മൾ പറയത്തില്ല എന്തോ ഒരു മെൻ്റൽ പ്രോബ്ലം പോലെ എനിക്ക് തോന്നും. അതാണ് എൻ്റെ ബലമെന്നാണ് എൻ്റെ വിചാരം. എനിക്ക് ക്ലാസ്സിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഉച്ചയ്ക്കെടുത്ത് ഇതിടുക, അല്ലെങ്കിൽ സ്റ്റോക്കിൻസിൽ എനിക്ക് ടെൻഷനാണ്. നമുക്ക് എൻ്റെ മെൻ്റൽ ഡിസീസ് വരുന്ന പോലത്തെ ഉള്ളൊരു ഫീൽ വരും. കാരണം 4 മണി വരെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ക്ലാസ്സിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ. പക്ഷേ ഇപ്പോഴും ആദ്യമായി ഞാൻ എൻ്റെ കൃപാസനത്തിൽ എത്തിയിരിക്കുന്നു. ഒരു സ്റ്റോക്കിൻസ് വിടാതെ വർഷങ്ങളായി ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ സ്റ്റോക്കിൻസിനെയൊക്കെ എടുത്തു മാറ്റി ഉടമ്പടി ജീവിതം അമ്മ മാതാവ് അതിനോട് ചേർത്ത് തന്നെ അതിൻ്റെ ഒരു വലിയ രോഗസൗഖ്യമായി തന്നെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്.
അതിനോട് ചേർത്ത് തന്നെ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റിൽ എനിക്ക് ഡെങ്കു ഫീവർ വന്നു. ഏതാണ്ട് 15,000 കൗണ്ട്, ഏറ്റവും ലോ കൗണ്ടാണ്. ഞാൻ തിരുവല്ലയിലെ ഒരു പ്രസിദ്ധ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി. അവിടെ ചെന്ന ഉടനെ ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റുഡൻസും എല്ലാം എന്നെ കടന്നങ്ങ് പരിശോധിക്കുക. കാരണം എൻ്റെ ശരീരത്തിലൂടെ ബ്ലീഡ് വരുന്ന ഒരു കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അവർ പറയുന്നത്. പക്ഷേ എൻ്റെ ഈ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. ഈ മാതാവ് എന്നോട് പറയുക, ഇവരിങ്ങനെ പലതും പറയും. എന്നെ അവർ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ബ്ലീഡ് നോക്കുകയാണ്, ബ്രെയിനിൽ ബ്ലീഡ് കാണും, പലതും പറയുന്നുണ്ട്. എനിക്കൊരു ഭയവുമില്ല. ഈ മാതാവ് ചിരിച്ചുകൊണ്ട്, ഈ അമ്മ മാതാവ് ചിരിച്ചുകൊണ്ട് എന്നോട് പറയുവാണ്, അവർ ഡോക്ടേഴ്സ് പലതും പറയും, നിനക്കൊന്നുമില്ല. മാതാവ് ചിരിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് ചിരി വരുക. ഞാൻ പെട്ടെന്ന് വാ പൊത്തും. കാരണം ഈ ഡോക്ടേഴ്സ് ഓർക്കുമല്ലോ എനിക്കിനി വല്ല മെൻ്റൽ ഷോക്കും കൂടെ വന്നോന്ന്. അതുകൊണ്ട് അവർ കാണരുത്. കാണാതെ ഞാൻ പറയും, അമ്മേ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ആ കൂടെ തന്നെ എൻ്റെ ദിവ്യകാരുണ്യ ഈശോയും വരും. അതിനുള്ള കൃപ എനിക്ക് ലഭിച്ചത് ഈ കൃപാസനത്തിലെ കോവിഡ് സമയത്തെ